രാജാവ് വേലക്കാരനോട് ഏറ്റവും നല്ല മാംസഭാഗം വേവിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവൻ ചെയ്തത് മൃഗത്തിൻ്റെ നാവ് വേവിച്ചു കൊടുക്കുകയാണ്. മറ്റൊരിക്കൽ ഏറ്റവും മോശമായ ഭാഗം വേവിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴും നാവാണ് വേവിച്ചു കൊടുത്തത്. കഥ പറയാതെ തന്നെ വിഷയങ്ങൾ നമുക്കറിയാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ആള് ആ വാക്കുച്ചരിക്കുന്നതോടുകൂടി അതിനു മുമ്പ് 50, 60, 70 കൊല്ലം കഴിഞ്ഞു, കോടിക്കണക്കിന് തെറ്റുകുറ്റങ്ങൾ ചെയ്തു, എല്ലാം മായ്ക്കപ്പെടുക, ഒന്നും ബാക്കിയില്ല. ആ ഒരു വാചകം കലിമ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ കലിമ ജനിക്കും മുമ്പേ കേട്ടു തുടങ്ങിയതാണ് നമ്മൾ. ആ കലിമ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴത്തിന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. ആ കലിമയനുസരിച്ചുള്ള ജീവിതം വളരെ വ്യക്തമായ അടുക്കും ചിട്ടയുമുള്ളതാണ്. അല്ലാഹു അല്ലാത്ത എല്ലാ ഇബാദത്തും, അല്ലാഹു അല്ലാത്തവർക്കുള്ള എല്ലാ ഇബാദത്തും മാറി അല്ലാഹുവിലേക്ക് മാത്രം തിരിയുന്ന പരിശുദ്ധമായ കലിമയാണ്. അത് നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിച്ചതാണ്, മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്, ബുദ്ധി കൊണ്ട് അത് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിനും അല്ലാഹുവേ കലിമ ചൊല്ലാനുള്ള, ഇസ്ലാമാകാനുള്ള തൗഫീഖ് നീ നൽകണേ. ഇസ്ലാമായി കഴിഞ്ഞാൽ എതിർപ്പുകളൊക്കെ അവസാനിച്ചു. എത്രയെത്ര കോടിക്കണക്കിന് മനുഷ്യരാണ് തല്ലുകൊള്ളുന്നതും കൊല്ലപ്പെടുന്നതും കഷ്ടപ്പെടുന്നതും പട്ടിണി കിടക്കുന്നതും ഒക്കെ തൗഹീദിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമായി എന്നതിൻ്റെ പേരിൽ. നബിമാരൊക്കെ നല്ല മനുഷ്യന്മാരാണ്, അവരൊക്കെ നല്ലത് മാത്രം പറയുന്നവരാണ്, ഏറ്റവും അത്യുന്നതമായ ടോപ്പായ വർത്താനം പറയുന്നവരാണ്. എന്നിട്ടും അവർക്ക് തല്ല് കിട്ടി. എന്താ കാരണം? അത് സഹിക്കാൻ കഴിയുന്നില്ല. എന്ത്? തൗഹീദ് സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹ്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല. ആകാശഭൂമികളെ പടച്ചത് ആരാന്ന് ചോദിച്ചാൽ അവരെ മറുപടി അള്ളാഹ് തന്നെയാണ്. അല്ലാഹു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് തന്നെയാണ്. അപ്പോ അള്ളാഹ് മാത്രം എന്ന് പറയുമ്പോഴാണ് ഒരു വിഷമം അവർക്ക്. അപ്പൊ ഈ അംബിയാ ഔലിയാ ഒക്കെ ഇല്ലേ? അവർക്കൊക്കെ കറാമത്തില്ലേ? അവർക്കൊക്കെ കഴിവുകളില്ലേ? അതെന്തിനാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് അന്നത്തെ മനുഷ്യന്മാർ നബിമാരോട് പറഞ്ഞത്. അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, കുറെ ആരാധ്യന്മാരായ ആൾക്കാരുണ്ടായിട്ട് ഇവൻ ഒരൊറ്റ ആളേ ഉള്ളൂ എന്ന് പറയുകയാണോ? ഇതൊരു അത്ഭുതമാണല്ലോ എന്നവര്. അള്ളാഹനെ അവർക്ക് പിടിക്കുന്നില്ല. അൻഫാലിലെ 32-ാമത്തെ ആയത്ത് അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്, അല്ലാഹ് എന്ന് വിളിച്ചുകൊണ്ടാണ് ദുആ. മക്കത്തെ മുശ്രിക്കിന്റെ ദുആയാണ്. നമ്മൾ തന്നെ വേണമെന്നില്ല അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, പക്ഷേ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തനിത്തങ്കമായ പൊന്നങ്കട്ടയായ ആശയുണ്ടല്ലോ, അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പം അത് കിട്ടിയത് ഈ നാവ് കൊണ്ടുള്ള ഈ വാക്ക് കൊണ്ടാണ്. അങ്ങനെ എത്രയെത്ര വാക്കുകൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ ദിക്റുകളും, എല്ലാ ദുആകളും, എല്ലാ ആരാധനകളും അതൊക്കെ നാവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അലം നജഅൽ ലഹു ഐനൈനി, 2 കണ്ണ് കൊടുത്തില്ലേ? വലിസാനൻ, നാവും, വശഫത്തൈനി, 2 ചുണ്ടും. അല്ലാഹുവേ എൻ്റെ അനുഗ്രഹം, നാവില്ലാത്ത ആളുകൾ, സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാർ, ഊമകൾ, ഒന്നും മിണ്ടാൻ കഴിയാത്ത ആൾക്കാർ, ഊമകൾ അധികവും ചെവി കേൾക്കാത്തവരായിരിക്കും. അവർക്ക് അല്ലാഹുവേ നീ അനുഗ്രഹം അരുളുമാറാകണേ. നമുക്ക് അല്ലാഹു സംസാര ശേഷി നൽകി. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, മനുഷ്യനെ പടച്ചു, വിവരണശേഷി നൽകി, സംസാരിക്കാനുള്ള കഴിവ് നൽകി. ആ സംസാരം കൊണ്ടാണ് നമ്മുടെ ഇടപാടുകൾ, ഏർപ്പാടുകൾ ഒക്കെ നടക്കുന്നത് ഈ ലോകത്ത്. അപ്പം അല്ലാഹു നമ്മളോട് പറഞ്ഞു സൂറത്തുൽ ബഖറ 83-ാമത്തെ ആയത്തിൽ,
വഖൂലു ലിന്നാസി ഹുസ്ന, ആളുകളോട് നല്ലത് പറയണം, നല്ലത് പറയണം. ഇസ്രാ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു അരുളി, വഖുൽ ഇബാദി, എൻ്റെ അടിമകളോട് പറഞ്ഞേക്കണം, യഖൂലുല്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വാക്ക് പറയട്ടെ. നല്ല നല്ല വാക്കുകൾ ഇഷ്ടം പോലുണ്ട്. ഒരാളെ വിളിക്കാൻ നല്ല നല്ല വാക്കുകളുണ്ട്, പേരുണ്ട്. പക്ഷെ ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടമില്ലാത്ത മറുപേര് വിളിക്കാനാണ് താല്പര്യം. പോരായ്മകളുടെ പേര്, കുറവുകളുടെ പേര്, ഇഷ്ടമില്ലാത്ത പേര്, അതാണ് ഇഷ്ടമുള്ള പേരിനേക്കാൾ ചിലരൊക്കെ ഇഷ്ടപ്പെടുന്നത്. അങ്ങോട്ട് വിളിക്കാൻ, നമുക്ക് ഇങ്ങോട്ടോ നമ്മളെ ഏറ്റവും നല്ല പേര് വിളിക്കണം. എന്നാൽ അല്ലാഹു അരുളുന്നത് നല്ല വാക്ക് പറയണം എന്നാണ്. നമുക്ക് തീരുമാനമെടുക്കണം നല്ലത് മാത്രം പറയാൻ. എങ്ങനെ ഉണ്ടാവും? കളിതമാശയാണോ? നല്ലത് കൊണ്ടാകണം. നുണ പറഞ്ഞ് തമാശ പാടില്ല, നുണ പറഞ്ഞ് തമാശ പാടില്ല, സത്യമാകണം പറയുന്നത്. തമാശ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ പറഞ്ഞിട്ടുണ്ട്, നല്ല തമാശ പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്കെല്ലാം ചിരിക്കാൻ സാധിക്കണം. ഒരാളിങ്ങനെ തലാത്തിന്നു ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചു, അത് പാടില്ല, അത് കളിയാക്കലാണ്. എല്ലാവർക്കും ചിരിക്കാൻ സാധിക്കണം, കേൾക്കുന്ന ആൾക്കാർക്ക് ചിരിക്കാൻ സാധിക്കണം. അപ്പോൾ തമാശയായാലും നല്ല വാക്ക് പറയാം. പിന്നെ സത്യമാണ്. അല്ലാഹു സത്യം മാത്രം പറയാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടിയാണ്, നമുക്ക് സ്വർഗം തരാൻ വേണ്ടിയാണ്, നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അൽ ഹഖ്, ഏറ്റവും വലിയ സത്യം, സനുരീഹിം ആയാത്തിനാ ഫിൽ അഫാഖ്, നമ്മുടെ അടയാളങ്ങൾ നാം ചക്രവാളങ്ങളിൽ കാണിച്ചു കൊടുക്കും. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, ഇത് സത്യമാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നത് വരെ. ഈ കണ്ടു കാണപ്പെട്ട പ്രപഞ്ചം മുഴുവൻ, ഈ അണ്ടകടാഹം മുഴുവൻ, ഭൂമിയും സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നു ഒരു പടച്ചോണ്ട് എന്ന്. അത് കാണാത്ത, അത് കേൾക്കാത്ത, എത്ര വലിയ ബഡായി പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ അല്ലാഹുവേ എന്ന് ഉച്ചരിക്കാൻ സാധിക്കണം, അല്ലാഹുവേ എന്ന് പറയാൻ സാധിക്കണം. വലിയ വലിയ ഉസ്താദുമാർ, വലിയ വലിയ മൗലാനമാർ നമ്മുടെ നാട്ടിൽ അല്ലാഹുവല്ലാത്തവരുടെ മഹത്വം പറഞ്ഞ്, അവരുടെ ഇല്ലാത്ത കഥകൾ, കള്ളക്കഥകൾ, കെട്ടുകഥകൾ പറഞ്ഞ് മനുഷ്യനെ നരകത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് അകറ്റുമ്പോൾ, നമ്മളെയും പടച്ചോനെയും തമ്മിൽ പിണക്കാൻ ശ്രമിക്കുമ്പോൾ, അകറ്റാൻ ശ്രമിക്കുമ്പോൾ, ഇതാ നബിമാരുടെ വരവ് അല്ലാഹ്, നമ്മുടെ വരവ് അല്ലാഹ്, നമ്മുടെ സംസാരം അല്ലാഹ്. ഇന്ന് 2 അമുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ വന്നു. അവർക്ക് മനോഹരമായ തൗഹീദ്, എളിമയുള്ള ലളിതമായ തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ അവസരം അല്ലാഹു നൽകി. അല്ലാഹുവേ, അവർക്ക് നീ ഹിദായത്ത് പ്രദാനം ചെയ്യണേ. വരാറുണ്ടോ ആരെങ്കിലുമൊക്കെ? കാണാറുണ്ടോ ആരെങ്കിലുമൊക്കെ? ഒരു തൗഹീദ് പറയാം. അവരേത് മതത്തിലാണ് വിശ്വസിക്കുന്നത്? ക്രിസ്ത്യാനിയാണോ? ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല. ഒന്നാണെന്നല്ലേ പറഞ്ഞത്? ഒന്നാണ്. അത് യേശുവ? അത് അൽഫോൻസാമയ, മദർ തെരേസ്യ? അല്ലല്ലോ, അത് ഒന്നേ ഉള്ളൂ. ഹിന്ദുവാണോ? ഏകം സന്തം, ഞാൻ ദൈവം ഏകനാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അത് ശ്രീരാമനാണോ, ശ്രീകൃഷ്ണനാണോ, ശബരിമലയപ്പനാണോ, വേറെ ആരെങ്കിലും ആണോ? ഇനി SNDP-കാരനാണോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് നാരായണ ഗുരു പറയുന്നുണ്ട്. ഇനി വേറെ ഉസ്താദുമാരുടെ കീഴിൽ ഉള്ള ആളാണോ? അപ്പോൾ അള്ള പറഞ്ഞു എന്ന് പറഞ്ഞതിനേക്കാൾ, റസൂല് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ ആദ്യം അവർ ഇഷ്ടപ്പെടുന്നത് വേറെ പേരുകളാണ്. അതും നമുക്ക് പറയാം. മൊയ്തീൻ ശൈഖ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ ഇസ്തിഗാസ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്യണം. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും? വകം മിൻ ഇലാഹിൻ ഫീ ഖൽബിക, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ദൈവങ്ങളാണുള്ളത്. ഇതാരോടാ പറയണത്? ഇത് മുസ്ലിങ്ങളോടാണ്. മുസ്ലിങ്ങളുടെ കൽബിൽ അല്ലാഹുവല്ലാത്തവരുണ്ട്. ആര്? മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാം.
വലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മഅ ശിർക്കിൽ ഖൽബി, ഖൽബിൽ ശിർക്കുണ്ടായിരിക്കെ തൗഹീദ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഉപകാരമില്ല. അപ്പൊ അടുക്കും, ഇത് കേൾക്കുമ്പോൾ അടുക്കും. പിന്നെ നമുക്ക് പറയാം, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാനെ വിളിച്ചോ, റഹ്മാൻ, റഹ്മാനെ വിളിച്ചോ. ഒന്ന്, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോടേ ദുആർക്കും. സൂറത്ത് ജിന്ന് 20-ാമത്തെ ആയത്ത്. വലാ ഉശ്രികു, ഞാൻ ശിർക്ക് ചെയ്യൂല. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരോടും ദ്വാരക്കരുത്, പറഞ്ഞു കൊടുക്കി. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇദാ സഅൽത ഫസ്അലില്ലാ, ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, ഇസ്തിഗാസ ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവോട് ഇസ്തിഗാസ ചെയ്യണം. ഏതൊരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്? നിരീശ്വരവാദിയാണോ? ഒരു മുട്ടുസൂചി എടുത്തിട്ട് ഇത് വേറെ താനെ ഉണ്ടാവുമോ എന്ന് ചോദിക്കും. ഇല്ല. എന്നാ ഈ മഹാപ്രപഞ്ചം താനെ ഉണ്ടാവുമോ? അങ്ങനെ ഇരുമ്പയിര് ലോകത്തൊക്കെ ഉണ്ട്. അതിങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലത്ത് വന്നു. ആരാ കൊണ്ടുവന്നത്? ആരുമില്ല. എന്നിട്ട് അവിടെ ഒരു ഫാക്ടറി ഉണ്ടായി. ആരുണ്ടാക്കി? ആരുമില്ല, താനെ. എന്നിട്ട് മുട്ടുസൂചിക്കുള്ള അച്ചുണ്ടായി. ആര്? താനെ. എന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കരണ്ട് വന്നു. ആരെ കൊണ്ടുവന്നു? ഒന്നുമില്ല, ആരുമില്ല, ഒറ്റയ്ക്ക് വന്ന് താനെ. എന്നിട്ട് ഫാക്ടറി പ്രവർത്തിച്ചു. എന്നിട്ട് മുട്ടുസൂചി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ലേ? ആണ്. എന്നാൽ ഈ മഹാപ്രപഞ്ചം ഉണ്ടായി, താനുണ്ടായി എന്ന് പറഞ്ഞാലോ, ഓ ആളുഷാറാട്ടോ, ബുദ്ധിജീവിയാണ് എന്ന് പറയും. അത് ശരിയല്ല. അവർ മുട്ടുസൂചി ആരും ഉണ്ടാക്കാതെ താനെ ഉണ്ടാവില്ലെങ്കിൽ ഈ മഹാപ്രപഞ്ചം താനെ ഉണ്ടാവില്ല. ഏത് ആളാണെങ്കിലും ശരി, നമുക്ക് ഈ അല്ലാഹ് തന്ന നാവ് കൊണ്ട് അത് സംസാരിക്കാൻ കഴിയണം. അലം നജ്അൽ ലഹു ഐനൈൻ, നാം അവന് രണ്ട് കണ്ണ് കൊടുത്തില്ലേ? വലിസാനൻ, നാവും, വശഫത്തൈനി, രണ്ട് ചുണ്ടും. എന്താ വേണ്ടി? വഹദൈനാഹു നജ്ദൈൻ, രണ്ട് വഴിയും കാണിച്ചു കൊടുത്തില്ലേ? നമ്മൾ തിരഞ്ഞെടുത്ത വഴി ഏതാ? സത്യത്തിൻ്റെത്, സന്മാർഗത്തിൻ്റെത്, ന്യായത്തിൻ്റെത്, ധർമ്മത്തിൻ്റെത്, ഏകദൈവത്വത്തിൻ്റെത്, റസൂലുള്ളാഹിയുടേത് മദ്ഹബ് നമ്മൾ സ്വീകരിച്ചു. ഇനി ആ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കണം. ഈ നാവ് അള്ളാഹു അതിന് തന്നതാണ്. രുചിയുണ്ട് നാവിന്, അല്ലേ? ഭക്ഷണം, എല്ലാ തരത്തിലുമുള്ള രുചിഭേദങ്ങൾ, നവരസങ്ങൾ, 9 രസങ്ങൾ, അത് ആസ്വദിക്കാനുള്ള കഴിവ് ഈ നാവിന് അള്ളാഹു തന്നിരിക്കുക. സംസാരിക്കാൻ മാത്രമല്ല, എന്തോ ഒരു രസമാണ്. ഓരോ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിക്കാനുള്ള കഴിവ് നൽകിയ അള്ളാഹു, അല്ലേ? ചുംബിക്കാൻ, ഉമ്മ വെക്കാനുള്ള കഴിവ് ഈ ചുണ്ടിന് നൽകി. അത് സ്വീകരിക്കാൻ, അതിൻ്റെ അനുഭവം ആസ്വദിക്കാൻ അള്ളാഹു അവസരം നൽകി. ഈ ചുണ്ടിനോ ക്യാൻസർ വന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ, രുചിഭേദങ്ങൾ അറിയാതായാൽ, നാവിൻ്റെ രുചിഭേദങ്ങൾ അറിയാതായാൽ എന്താണ് സഹോദര സഹോദരി ജീവിതത്തിലെ രസം? അൽഹംദുലില്ലാഹ്, നന്ദി എത്ര കാണിച്ചാലാണ് മതിയാകുക? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ, ഒരു ജ്യൂസ്, ഒരു കടലമണി കുടിക്കുമ്പോൾ, ഒരു ബിരിയാണി കഴിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാകണം, ഈ നാവിൻ്റെ അറ്റത്ത് അള്ളാഹു നിശ്ചയിച്ച നവരസങ്ങൾ. ഒരു ചെറിയ പാട, അതിന്മേലാണ് ഈ രസമൊക്കെ അറിയാനുള്ള കഴിവ് അള്ളാഹു നൽകിയത്. ഈ നാവ് എന്തിനു വേണ്ടിയാ? ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, സൂറത്തു റഹ്മാനിൽ, ഇല്ലേ? അതുകൊണ്ട് അങ്ങനെ ഇൻഷാ അല്ലാഹ് നല്ലത് പറയാൻ തന്നെ ഇഷ്ടം പോലെ സമയം. ഭാര്യയോടും ഭർത്താവിനോടും കാര്യങ്ങൾ പറയുമ്പോഴും ലേശം തട്ടിച്ചും മുട്ടിച്ചും പറയാതെ, പോക്കിരിയായി സംസാരിക്കാതെ, എല്ലാവരും മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഫിർഔന്റെ അടുക്കലേക്കാണ് മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ അലൈഹിസ്സലാമിനെയും പറഞ്ഞയക്കുന്നത്. സൂറത്ത് ത്വാഹ 44-ാമത്തെ ആയത്ത്. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ സോഫ്റ്റായ, മിനുസമുള്ള, മാർദ്ദവമുള്ള വാക്കുകൾ പറയണം. ഫിർഔൻ വലിയ പോക്കിരിയാണ്, കഠിനഹൃദയനാണ്. ജനിക്കുന്ന എല്ലാ ഇസ്രായേൽ മക്കളെയും കൊല്ലാൻ തീരുമാനിച്ച് നടപ്പാക്കിയ ആളാണ്, അല്ലേ? പക്ഷേ നമ്മളാരാ? പോക്കിരിയാണോ? അല്ല. ഇങ്ങോട്ടും ഇങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും അങ്ങനെ എന്ന്
ചില വീരന്മാര് തണ്ടിൻ്റെയും തടിയുടെയും ആൾക്കാർ ചിലപ്പോൾ പറയും, അത് നമുക്ക് പറയാൻ പാടില്ല. ഇങ്ങോട്ട് എങ്ങനെയായാലും ശരി, ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ. സൂറത്ത് ഫുസ്സിലത്ത് 33-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, നല്ലത് കൊണ്ട് തിന്മയെ തടുക്കണം. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ, ഇങ്ങോട്ട് കൊഞ്ഞനം കാട്ടിയ അങ്ങനെ കൊഞ്ഞനം കാട്ട്, അതല്ല നമ്മുടെ ഇത്. നമ്മൾ അല്ലാഹുവിൻ്റെ അടിമയാണ്. അല്ലാഹ് തന്ന നാവാണ്, ഇബ്ലീസ് എന്ന നാവല്ല. ഈ വാക്കുകൾ അല്ലാഹു പഠിപ്പിച്ചതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദമന് അല്ലാഹു പേരൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പേര് വെറുതെ ഉണ്ടായതല്ല. പേന, പേന അതിലെന്തുണ്ട്? മഷി, നിബ്, മൂടി, ടോപ്പ്, മഷി നിറക്കുന്ന റീഫില്ലർ, എല്ലാം ഉണ്ട്. ക്ലിപ്പ് ഉണ്ട്. കഴിഞ്ഞോ? പേന കയ്യിലുണ്ടായതുകൊണ്ട് എഴുതാൻ കഴിയോ? ഇല്ല. എഴുതാൻ കടലാസ് വേണം. എഴുതാൻ ഇതാ കടലാസ് വേണം. എന്നിട്ടോ എഴുതേണ്ടത് വാക്കാണ്. അതിനാദ്യം അ ആ ഇ ഈ ഉ അലിഫ് ബാ ത എ ബി സി ഡി ഒക്കെ പഠിക്കണം. പിന്നെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും അറിയണം. പറയാനൊരു കാര്യം വേണം, അയക്കാനൊരു കത്ത് വേണം. ഇതെല്ലാം പേന എന്ന വാക്കിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ അല്ലാഹു പഠിപ്പിച്ചു തന്നു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അതുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. എങ്ങനെ വായിക്കണം? എങ്ങനെ വായിക്കണം? റബ്ബിന്റെ തിരുനാമത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് വിദ്യാഭ്യാസം. അതാണ് വിദ്യാഭ്യാസം. അതാണ് വിദ്യാഭ്യാസം. അത് വായിക്കാൻ പറ്റില്ലാത്തതല്ല വിദ്യാഭ്യാസം. ബിസ്മീൻ ചൊല്ലി വായിക്കാൻ സാധിക്കാത്തതല്ല നമ്മുടെ വിദ്യാഭ്യാസം. ബാക്കിയൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇതുണ്ടാകണം. ഇത് നിറഞ്ഞു കവിയണം. അതാണ് പറയാനുള്ളത്, അതാണ് പ്രചരിപ്പിക്കാനുള്ളത്, അതാണ് പ്രകടിപ്പിക്കാനുള്ളത്. അപ്പം എന്ത് വേണം? നല്ലത് മാത്രം പറയണം. നല്ലതല്ലാത്തതൊന്നും നമുക്ക് പറയാൻ പാടില്ല. അപ്പം നല്ല സോഫ്റ്റായി സംസാരിക്കണം. കുരച്ചിയാടണ്ട, കീറാമുട്ടിയാകണ്ട, കടിച്ചാപ്പറിച്ചിയാകണ്ട. എപ്പോഴും ആളുകളോട് തട്ടുത്തരം മാത്രം പറഞ്ഞ് ശീലിക്കുന്ന ചെറിയ യുവാക്കളെയും യുവതികളെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ കാണാം. പോയാൽ വേറിടൂല, സംസാരിച്ച് വേറിടാൻ കഴിയൂല. എന്താ അങ്ങനെ എന്നുണ്ട് അങ്ങോട്ട് സംസാരിച്ച് കൊള. അല്ലാഹുവേ കാത്ത് രക്ഷിക്കണേ. എങ്ങട്ടാ? ഞാൻ ഇവിടം വരെ പോവാൻ. ഏതാ ഇപ്പൊ ഇവിടം വരെ സ്ഥലം? പറയാൻ ആൾ വിടുന്നില്ല. എന്നാ പോയി വാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്, അൽഹംദുലില്ലാ അല്ലാഹു ഖൈറാക്കട്ടെ എന്ന് പറഞ്ഞൂടെ? വിടൂല. എങ്ങട്ടാ? വഴിക്കടവുക്കാണ്. വഴിക്കടവിൽ എന്താ ഒരാളെക്കാനാ. അവിടെ ഞാൻ അറിയാത്ത ആരാളുള്ളത്? ആയമൂട്ടിയാക്കാനാ കാണാം, ബാപ്പുവാക്കാനാ കാണാം. ഓൻ്റെ വാപ്പാൻ്റെ എനിക്കറിയാം. ഒരു 5 മിനിറ്റ് പിന്നെ കുറ്റം പറഞ്ഞിട്ടാ പറഞ്ഞേക്കാം. ഇങ്ങനെ ചില ആളുകളുണ്ട്. ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ എന്നാ പോയി അള്ളാഹു ബർക്കത്താട്ട് ആക്കപ്പെട്ടിരുന്നാൽ എന്തൊരു സന്തോഷമുണ്ട്. മറ്റത് ആ വഴിക്ക് പിന്നെ പോരാൻ തോന്നൂല. അതുകൊണ്ട് നമ്മളെ കേൾക്കണം എന്നും നമ്മളുമായി സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്ന നല്ല നല്ല മനുഷ്യന്മാർ ദുനിയാവിൽ ഉണ്ടാകണം. അങ്ങനെ ആകണം. നമ്മൾ പ്രാർത്ഥിക്കണം ആളുകൾക്ക് വേണ്ടി. അപ്പൊ ഖൂലാ ലഹു ഖൗലൻ ലയ്യിന, സോഫ്റ്റായി സംസാരിക്കണം, മൃദുലമായി സംസാരിക്കണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഓൻ നന്നായെങ്കിലോ, ഓൻ പടച്ചോനെ പേടിച്ചെങ്കിലോ നമുക്കറിയില്ല. അള്ളാഹ്ക്കെല്ലാം അറിയാം. പക്ഷെ മൂസാ നബിയോട് പറഞ്ഞെന്താണ്? നല്ല നിലക്ക് സംസാരിച്ചോന്നാണ്. അതാണ്. ഒരുപാട് ആൾക്കാർ ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി, നല്ല നല്ല മാറ്റങ്ങൾ വരുത്തി. യസ്രിബ് എന്നാണ് മദീനയുടെ പേര്. അന്നൊന്നും അവിടെ ഇല്ല. വെറും ശിർക്കും ചോരയും അടിയും പിടിയും ബഹളവും കൊലപാതകവും അക്രമവും പോർവിളിയും പോരാട്ടവും ഒക്കെ. അവിടെ ചെന്ന് മുസ്അബ് റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചൂടായി ആൾക്കാർ ചെല്ലുമ്പോൾ ഇരിക്കിങ്ങള്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അങ്ങനെ മെല്ലെ 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 പറഞ്ഞ് തൗഹീദ് അങ്ങനെ വെച്ച് പിടിപ്പിച്ചു. മദീനത്തെ എല്ലാ വീടുകളിലും ഇസ്ലാം ഉണ്ടായി, എല്ലാ വീട്ടിലും മുസ്ലിങ്ങൾ ഉണ്ടായി. ഒരു 1.5 കൊല്ലമായപ്പോഴേക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വരാൻ സാധിച്ചു. ആ ആളുകളെല്ലാം അവിടുത്തെ സ്വീകരിച്ചു. അങ്ങനെ നമ്മുടെ നാടുകളിലും കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ പറഞ്ഞത് കേൾക്കാൻ ഇടയാകണം. പിന്നെ അള്ളാഹു ഹിദായത്ത് കൊടുത്തെങ്കിലേ ഹിദായത്ത് കിട്ടുള്ളൂ. അതുകൊണ്ട്
നല്ല വാക്കുകൾ മാത്രം പറയണം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നമുക്ക് പറഞ്ഞു തരുന്ന 2-3 കാര്യങ്ങളുണ്ട്. സൂറത്തു അൽ ഹുജറാത്ത്, സൂറത്തുൽ ഹുജറാത്ത് ഒന്നുകൂടി വീട്ടിൽ പോയിട്ട് വായിക്കണം. എല്ലാവരും അറിയുമായിരിക്കും. ഒന്നുകൂടി ഇൻഷാ അല്ലാഹ്. മര്യാദകൾ അല്ലാഹു അരുളുന്നു, ലാ യസ്ഖർ ഖൗമു മിൻ ഖൗമിൻ, കളിയാക്കരുത്. കളിയാക്കരുത്. എന്തിനാ കളിയാക്കണത്? നമ്മളെക്കാൾ മോശമായിട്ട് അല്ലേ? നമ്മളെക്കാൾ മേലുള്ള ആൾക്കാരെ കളിയാക്കൂ? ഇല്ല. അസാ യകൂനു ഖൈറൻ മിൻഹും, അവര് ഇവരെക്കാളേറെ നല്ലവരായിരിക്കാം. നമുക്കറിയില്ല, ഉള്ളറിയില്ല. അവര് നമ്മളെ പുറത്ത് ബാഹ്യമായ രൂപം കണ്ടിട്ട് എന്തോ തോന്നി കളിയാക്കുന്നു. വലാ നിസാഉൻ, സ്ത്രീകൾ, മിൻ നിസാഇൻ, സ്ത്രീകളെയും കളിയാക്കരുത്. ആദ്യം പറഞ്ഞിൽ തന്നെ ആണോ പെണ്ണും കളിയാക്കരുതുണ്ടല്ലോ, ഉണ്ട്. പിന്നെന്താ പറഞ്ഞത്? സ്ത്രീകൾ അധികവും കളിയാക്കുന്നവരാണ് എന്ന് അള്ളാഹുവിനറിയാം. നമ്മളെ സ്ത്രീകളാണോ അത്? നമ്മളാണോ അത്? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അസായകുന്ന ഖൈറൻ മിൻഹുന്ന, ഇവരെക്കാൾ നല്ലത് അവരായിരിക്കാം. ഇവിടെയാണ് പോയിന്റ്. എന്ത്? കളിയാക്കണമെങ്കിൽ നമ്മളെക്കാൾ മോശമാണ് എന്ന് വരണം. ആരാ മോശം? അറിയില്ല. ആരാ മോശം? അറിയില്ല. ആരാ മോശം? അറിയില്ല. ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ തന്നെയും ഉള്ളെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അറിഞ്ഞാലും കളിയാക്കാൻ നമുക്ക് അവകാശമല്ല. അസായകുന്ന ഖൈറൻ മിൻഹുന്ന. രണ്ടാമത്, വലാ തൽമിസു അൻഫുസക്കും, കുറ്റപ്പെടുത്തി പറയുന്നു. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി പറയും. ഞാൻ മോശമാണ്, ഒന്നിനും കൊള്ളൂല, എവിടെയും ഒരു വിജയമല്ല, സംസാരിക്കാൻ അറിയില്ല, അങ്ങനെ അവനവനെ മോശമാക്കി പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, ഇഷ്ടമില്ലാത്ത പേരുകൾ വിളിക്കരുത്. പല്ലോ, കണ്ണോ, മൂക്കോ, ചുണ്ടോ, കയ്യോ, എന്തെങ്കിലും അവയവങ്ങളുടെ പേരിൽ മോശമായി സംസാരിക്കാറുണ്ടോ? നമുക്കൊക്കെ ഒരു ഇരട്ടപ്പേരുണ്ടോ? പരസ്യമായി നേരിട്ട് പറയുകയില്ലാത്ത, ഓനങ്ങ് പോയാൽ ഓളങ്ങ് പോയാൽ പറയുന്ന പേരുണ്ടോ? പാടില്ല. നേരിട്ടും പറയരുത്, അല്ലാതെയും പറയരുത്. ബിഇസ്സലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാൻ കിട്ടിയ പിന്നെ അതേതായിരുന്നാലും ചിത്തയായ പേരാണ്. ഈമാൻ ഇല്ലാത്തവർക്കൊക്കെ അത് ചേരും, ഈമാനുള്ളവർക്കത് ചേരില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ 1, കളിയാക്കരുത്. 2, കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. 3, ഇഷ്ടമില്ലാത്ത മറുപേര് വിളിക്കരുത്. 4, ഇജ്തനിബു കസീറൻ മിനൽ ലന്നി, ഊഹിച്ച് കമ്മട്ടം പറയരുത്. അങ്ങനെ ആയിരിക്കാം എന്ന വാക്ക് അധികം ഒഴിവാക്കണം. ഇന്ന ബഅദൽ ലന്നി ഇസ്മുൻ, ചില ഊഹങ്ങൾ പാപമാണ്. എല്ലാം പാപമല്ല. അപ്പോൾ പാപമാണോ അല്ലേ എന്ന് നമുക്ക് 100% അറിയാത്തവ നമ്മൾ ഒഴിവാക്കണം. തത്വമാണ് പറയുന്നത്. പാപമായത് മാത്രം ഒഴിവാക്കാനല്ല, പാപമാണോ അല്ലേ നമുക്കറിയാത്തത് ഒഴിവാക്കുക. ഉള്ളത് പറഞ്ഞാൽ മതി. എങ്ങോട്ടാ പോണ? കള്ള് ഷാപ്പൊക്കെയായിരിക്കും. പള്ളിയിൽ വന്നു, മസ്ജിദിൽ വന്നു ഒരാള്, എന്താ വല്ല ദുരുദ്ദേശം ഉണ്ടാവും, നമ്മൾ പറയാം. അങ്ങനെയല്ല, സദുദ്ദേശം. ഇന്നല്ലാഹ കതബൽ ഇഹ്സാൻ, നന്മയാണ് അല്ലാഹു നിശ്ചയിച്ചത്. മിണ്ടാതെക്കുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ, അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ, അന്ത്യനാളിൽ വിശ്വാസമുണ്ടോ, നല്ലത് പറയുക. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. 5, അല്ലാഹു അക്ബർ, വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, ഗീബത്ത് പറയരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിപ്പോകുന്ന, കുറ്റം വാങ്ങുന്ന വകുപ്പ് ഗീബത്താണ്. എന്താ ഗീബത്ത്? ഒരാളുടെ ഉള്ള കുറ്റം, ഉള്ള ദോഷം അയാൾ ഇല്ലാത്തപ്പോൾ പറയൽ. ഉള്ളതാ പറഞ്ഞ്. ചിലർ പറയും ഞാൻ ഉള്ളതല്ലേ പറഞ്ഞ്, സത്യമല്ലേ പറഞ്ഞ്, നേരിട്ട് കണ്ടതാണല്ലോ, ഒക്കെ ശരി, നേരിട്ട് അയാളോട് പറഞ്ഞാൽ മതി. എല്ലാവരും അവനവൻ അറിയുന്നത് ആ ആളോട് ചോദിക്കുക. ചില കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കേട്ടു, 2 ആളൊപ്പം കാണും ചെയ്തു. യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മാല പോയി. മാല കാണാനില്ല.
മാലിയും തെരഞ്ഞു പോയി. അപ്പോഴത്തേന് നബിയും സഹാബത്തൊക്കെ സ്ഥലം വിട്ടു പോന്നു. ആയിഷാ ബീവി സഞ്ചരിച്ച ഒട്ടകക്കെട്ടിൽ സഹാബിമാരെടുത്തു വെച്ചു. അതിൻ്റെ ഉള്ളിൽ ആയിഷാ ബീവി ഇല്ല എന്ന് മനസ്സിലായില്ല. അംബിയ ഔലിയ അറിഞ്ഞില്ല. ഈ പോയിന്റ് വെച്ച് സംസാരിക്കണം. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യം അല്ലാഹു അല്ലാതെ മറ്റാരും അറിയില്ല. അപ്പോ എന്തെങ്കിലും വസ്തുക്കൾ കാണാതെ പോയിട്ടുണ്ടാകുമെന്ന് അറിയാൻ വേണ്ടി ഒരാളെ ബേക്കിൽ വിടും, സൈന്യത്തിന്റെ ബേക്കിൽ. സഫ്വാൻ എന്ന ചെറുപ്പക്കാരൻ വന്നു നോക്കുമ്പോൾ ഒരു രൂപം ഇങ്ങനെ മൂടി പുതച്ചിരിക്കണം. തലയുയർത്തി നോക്കിയപ്പോൾ ആയിഷാ ബീവി, സുബ്ഹാനല്ലാഹ്, എന്ത് പറ്റി? അപ്പൊ ആയിഷാ ബീവി അറിഞ്ഞില്ല നബിയും സഹാബിയും പോയത്. പിന്നെന്ത് ബീവിയാ ലോകത്തുള്ളത്? പിന്നെന്ത് നബിയാ വേറുള്ളത്? മറഞ്ഞ കാര്യം അറിയണേ, പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒട്ടകത്തിന്റെ കട്ടിൽ താത്തിക്കൊടുത്തു, തല താത്തിക്കൊടുത്തു, അയിമ കയറി. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു. സഫ്വാൻ കയറും പിടിച്ച് ചെന്ന് മദീനത്തെത്തിയപ്പോ കപട വിശ്വാസികൾ ഉള്ളിൽ കാപ്പട്യം, പുറത്ത് നിസ്കാരം, സക്കാത്ത്, നോമ്പ്, തൗഹീദ്, ഹജ്ജ് എല്ലാമുള്ള മനുഷ്യന്മാർ. ആ കപട വിശ്വാസികൾ പറഞ്ഞു, ഇവർ തമ്മിൽ പ്രേമത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊന്നും അറിയാതെ ആയിഷ ബീവി പനിച്ചു കിടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിഷമിച്ചു. സത്യാണോ അല്ലേ അറിയില്ല, സത്യാകാൻ സാധ്യതയില്ല, അറിയില്ല അറിയില്ല എന്നാ റസൂൽ എന്ന് ചോദിച്ചു, എടേ എന്താ ഞാൻ ഈ കേട്ടത്, സത്യാണോ പറ. ഒരറ്റയടി, ഒന്നുമില്ല, ചോദിച്ചതേ ഇല്ല. ആയിഷ, നിന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അല്ലാഹ് അത് തെളിയിക്കും. നിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ നീ റബ്ബിനോട് തൗബ ചെയ്തോ എന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചോദിക്കേണ്ടതല്ല. അല്ല, ഇങ്ങനെ കേട്ടല്ലോ ഇയാളെ പറ്റി, വലിയ മക്കനെയും ഫുൾക്കയ്യാണല്ലോ, വലിയ താടിയാണല്ലോ, എന്നിട്ടോ എങ്ങനെയാ എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി ഒന്നും പറയണ്ട. സംഘടന വെച്ചും പറയണ്ട, അല്ലാത്തത് വെച്ചും പറയണ്ട. നമുക്ക് പച്ചർച്ചിനെ തിന്നാൻ ആവശ്യമില്ല. ഉണ്ടോ? വേവിച്ചിറച്ചിയുണ്ട് കേട്ടോ, അതാണ് ഗൈബത്ത്. അതാണ് അത് ഉള്ളത്. ഇത് ഇല്ലാത്തതായിരുന്നോ? ഇഫ്ക് എന്നാണ് പറയാ, അപവാദം ഇല്ലാത്തത്. സൂറത്തുൻ നൂർ ആദ്യം മുതൽ 17 ആയത്ത് വരെയുള്ള നോക്കുക. അല്ലാഹു അക്ബർ. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ വിഷമിച്ചു പോയില്ലേ? അതിൽ കുടുങ്ങിപ്പോയില്ലേ പല സത്യവിശ്വാസികളും? കപട വിശ്വാസികൾ പറഞ്ഞ വാക്ക് കേട്ട് പലരും അതിൽ കുടുങ്ങിപ്പോയി. നമ്മൾ കുടുങ്ങരുത്, അതിനാ പറഞ്ഞത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് ആ ആളില്ലാത്തപ്പോൾ പറയലാണ്, ഒരിക്കലും പറയരുത്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണേ. ഗീബത്തിനെ കുറിച്ച് അല്ലാഹു ചോദിച്ച ചോദ്യം നിങ്ങൾക്കറിയാം. അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത. മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ അനുജന്റെ, ജ്യേഷ്ഠന്റെ, പെങ്ങളുടെ ഇറച്ചി വെട്ടിയെടുത്ത് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ? ചെയ്യോ? ഏതെങ്കിലും ഒരാൾ ചെയ്യോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്യോ? ഇല്ല. ഫകരിഹ്തുമൂഹു, നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അതേപോലെയാണ് ഇത്. ആ പിടിയക്കോലായ്മല്, മസ്ജിദില്, സംഘടനയില്, സ്റ്റേജില്, പേജില് ഒക്കെ നിറഞ്ഞ് പരന്ന് കിടക്കുന്നു ഗീബത്ത്. അത് നമുക്ക് വേണ്ട. ആര് പറഞ്ഞാലും വേണ്ട. പറയാൻ കുത്തി ചോദിച്ചാലും നിങ്ങൾ പറയണ്ട. ആ ചെവി അടക്കി വെക്കുക, ആ നാവടക്കി വെക്കുക. മനസ്സിലായല്ലോ? വ്യക്തമല്ലേ? അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണേ.